ഡീപ്പ് കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം. അങ്ങനെ തൻവി വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണ തൻവിയുടെ കുഞ്ഞിനുള്ള ഒരു സ്കിൻ റാഷസ് ആണ് ആളുടെ പ്രശ്നം. ആൾ പതുക്കെ അമ്മൂമ്മയെ ലീവ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു കുട്ടിക്ക് മേലൊക്കെ ചെറിയൊരു ചുവന്ന തടിപ്പുണ്ടാവുന്നതൊക്കെ ഈ 90 പോലും തികഞ്ഞില്ലാത്ത അല്ലെങ്കിൽ 3-3.5 മാസമായ കുട്ടികളിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. തൻവി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഒരു പരിധി കഴിഞ്ഞ് അവർ പഠിക്കാനാണ് വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒട്ടും പരിചയമില്ലാത്ത ആളൊന്നുമല്ല. എങ്കിലും ഈ കുട്ടിയുടെ ചെറിയൊരു റാഷസ് ഈ വീട്ടിലെ എന്തോ പ്രശ്നമാണെന്ന് അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ തൻവിയുടെ ഒരു മാനസികമായിട്ടുള്ള നില പരിശോധിച്ച് കഴിഞ്ഞാൽ തൻവി ഇങ്ങനെ കൂടെ കരയുന്നുണ്ട്, കൂടെ വികാരാതീതയാവുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാന കാരണം ആ കുട്ടി ഒരു പോസ്റ്റ് പാർട്ടം സ്റ്റേജിലാണ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റേജിലാണെന്ന് തന്നെ പറയാം. ഇനി തൻവിയുടെ ആ ദുർബലമായിട്ടുള്ള ഒരു സംസാരവും ഇത് കൂടെയുള്ള കരച്ചിലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നോക്കിയാവുന്നവരെ എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. അല്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ പോവാണെങ്കിൽ ദേഹം മൊത്തം എന്തെങ്കിലും അസുഖം പോലെയൊക്കെ വരും. എനിക്കിത് പ്ലാൻസ് ആണ്. 2 ദിവസം മാറി നിന്നിട്ട് എന്താണ് അവസ്ഥ നോക്കണം. എന്തായാലും വീട്ടോട് നമ്മൾ ഒരാളെ എത്തിച്ചിട്ടുണ്ട്. അവർ അത്യാവശ്യം നല്ലവരാണ്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവർക്ക് ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഇത് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യമായിപ്പോയി. എനിക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല ഇപ്പൊ ഇവക്ക് ഇങ്ങനെ വന്നില്ല, ലിയാനൊന്നും വരാത്ത എന്റെ ഭാഗ്യം. എനിക്കറിയത്തില്ല, ഇവിടെ വന്നിട്ട് എനിക്ക് കോൾഡും കോഫും ഒക്കെ ഇച്ചിരി കൂടുതലാണ്. ബട്ട് എന്റെ കാര്യം പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ കുഞ്ഞിന്റെ കാര്യം വളരെ കഷ്ടമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇവള് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഈ കുഞ്ഞങ്ങനെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മള് നോക്കുന്നുണ്ട്. മൂവ് ചെയ്യാനുള്ള പരിപാടികൾ ചിലപ്പോൾ നോക്കേണ്ടി വരും. സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ച് ഒരു 3-4 മാസം ആവുമ്പോഴേക്കും അവരുടെ ഈ തൻവിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹചര്യം, അമ്മൂമ്മ വിളിച്ച് തിരിച്ചു വരുന്നു, അമ്മൂമ്മയെ നോക്കണം, അപ്പൂപ്പനെ പോയി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രസവം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവർ ആ കുഞ്ഞിനെയും കൊണ്ടുവരുന്നു. ഇവിടെ അവർക്ക് ഒരു സെറ്റിലാവാനായിട്ടുള്ള ഉദ്ദേശമാണ്. അവരുടെ ഹസ്ബൻഡും അവരും ഇവിടെ സെറ്റിലാവുന്നു. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും അവരുടെ ഇൻകത്തിൻ്റെ കാര്യങ്ങളും അവരുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിച്ചിട്ടാണ് ഇവിടെ ഇതാവുന്നത്. എന്തായാലും അമ്മൂമ്മ കരയുന്ന വീഡിയോ ഉൾപ്പെടെ ഒരുപാട് വിവാദത്തിന് വഴി തെളിയിച്ചതൊക്കെ നമുക്കറിയാം. എങ്കിലും തൻവി ഇത്രയും മാനസികമായിട്ട് തകർന്ന നിലയിൽ ഓൾറെഡി ഉള്ള ആളാണ്. പ്രത്യേകിച്ച് അവരുടെ ബാല്യം എന്ന് പറയുന്നത് ഒരു അരക്ഷിതമായിട്ടുള്ള ബാല്യം. അമ്മ നോക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മ വേണ്ട രീതിയിൽ ആ കുട്ടീനെ പരിചരിച്ചിട്ടില്ല. അച്ഛൻ്റെ സംരക്ഷണത്തിൽ അച്ഛൻ വിദേശ യുവതിയായിട്ട് താമസിക്കുന്നു. അവിടെ അവർക്ക് സിസ്റ്റർ ബ്രദർ അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ കുറച്ച് നാളാവുമ്പോഴേക്കും ആ അച്ഛനും മരിച്ചു പോകണം. അപ്പോൾ ശരിക്കും അരക്ഷിതമായിട്ടുള്ള ദാമ്പത്യത്തിൽ അപ്പൂപ്പനും അമ്മൂമ്മയും തുടയാവുന്നൊരു കുട്ടി വിദേശത്ത് പോയിട്ട് ഈ വയസ്സായവരെ നോക്കുക തുടങ്ങിയുള്ള ജോലികൾ വരെ ഇപ്പോഴും അവരതിലിങ്ങനെ ഏർപ്പെട്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നേടുക, ആ കമ്പനിയിൽ തന്നെ ഹൈറ്റ്സിലെത്തുക. അങ്ങനെ ഇരിക്കുമ്പോൾ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നു. ആ വിവാഹം തന്നെ പരാജയമാവുന്നു. ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി അവർ ഡിവോഴ്സിൻ്റെ ആ ഒരു വക്കോളം തിരിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ തൻവിയുടെ ലൈഫ് തുടക്കം തൊട്ടങ്ങനെ പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടിക്ക് അതിജീവിക്കാനായിട്ട് ഒരു മാനസികമായിട്ടുള്ള ബലമില്ല എന്നുള്ളതാണ്. ഈ ഡിവോഴ്സ്, ആ കുട്ടിയുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള ഡിവോഴ്സ്, അതുകൂടാതെ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഇതിലൊക്കെ ഈ അമ്മൂമ്മയുടെ അവരുടെ ആ ഓവർ വൃത്തി എന്നുള്ള ആ അസുഖം അവിടെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട്. അത് അവർ പറയുന്നത് ഒരു 10% കൂടി കൂടിയിരുന്നു. അപ്പോൾ മാനസികമായിട്ട് ആ കുട്ടിക്ക് സ്വസ്ഥതപ്പെടാനായിട്ട്, ആ ചെറിയ കുട്ടീനെ കെയർ ചെയ്യാനായിട്ട് ഒരമ്മയുടെ സ്ഥാനത്ത് ഒരാളുടെ അഭാവം അവിടെയുണ്ട്. മുത്തശ്ശിക്ക് ആ കുട്ടിയെ വേണ്ട രീതിയിൽ കൊണ്ടുപോയി നടക്കാനോ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ സ്വന്തം അമ്മയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കുട്ടിയുടെ ഈ ചുവന്ന റാഷസ് കണ്ടിട്ട് ഇനി ഇത് എന്ത് ചെയ്യണം, എന്താ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്ന് വരെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മൂക്ക് ഇങ്ങനെ പോയ ഡോക്ടർ ചിലപ്പോൾ ഇനി ഡെങ്കുവല്ലോ വരും. അങ്ങനെ ഈ വീട്ടിൽ എന്താണ് പ്രശ്നം നടന്നുകൂടാതെ പോയ കാരണം നമുക്ക് ചെസ്റ്റും ബാക്കും എല്ലായിടവും പ്രശ്നമാണ്. ഈ പൊടിക്കൊഞ്ഞിങ്ങനെ കിടന്ന് കരയുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. അതുകൊണ്ട് നമ്മള്
ജസ്റ്റ് നോക്കുന്നുണ്ട്, ഇപ്പം അതൊക്കെ നോക്കുന്നുണ്ട്. വേറെ എങ്ങോട്ടെങ്കിലും കുറച്ച് നാൾ മാറി നിൽക്കാൻ പറ്റുമോന്നോ, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം ഒരു വല്ല ഏതെങ്കിലും നല്ല സ്ഥലത്ത് ഒരു റെന്റ് കാര്യങ്ങളും നോക്കണം. നോക്കിയിട്ട് ഇവർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഓക്കെ ആയി, ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് ഏതെങ്കിലും ഒരു ഡീപ് ക്ലീനിങ് ഏജൻസിയെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിപ്പോൾ വേറെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മൂമ്മ എന്തായാലും വാടക വീട്ടിലൊന്നും വരത്തില്ല. ഞാൻ ചോദിച്ചു നോക്കിയ കാര്യമാണ്, അമ്മൂമ്മ വരത്തില്ല. ഈ വീട് വിട്ട് അമ്മൂമ്മ എവിടെയും പോകത്തില്ല. ഞാൻ അതിൻ്റെ ഇവിടെ നിന്നുള്ള വീടാണ്, ഇവിടെ ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, പക്ഷെ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വല്ലതും നീ നോക്കണം, എവിടെയെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പറ്റുമോ, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരാനും. അത് മാത്രമല്ല ഇപ്പം ഗ്രോസറീസും കാര്യങ്ങളും ഇപ്പം ജോലിക്ക് നമുക്ക് ഒരാൾ നിർത്തിയിട്ടുണ്ട്, പുതിയ ഒരാൾ വീട്ടോടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കൊണ്ട് നിർത്താൻ അവർക്ക് ഗ്രോസറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മാത്രം ഒന്ന് മേടിക്കും, കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. പിന്നെ വേറൊരു വീട് എടുക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളും കൂടി അവർ സംസാരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് മതിയായിട്ടുള്ള ഒരു റെഗുലർ ഇൻകം ഇല്ല. അവർ ചെയ്തു വെച്ച എന്തൊക്കെയോ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഭർത്താവിന് ചെറിയൊരു ഇൻകം വരുന്നുണ്ടെന്ന് അവർ മുമ്പ് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ളൊരു ഇൻകം ഇല്ല. അപ്പോൾ ഓഗസ്റ്റ് 15 വരെ ഇത്ര ഭംഗിയായിട്ട് സെൽഫ് പാമ്പറിങ്ങും അതും ഇതൊക്കെ വളരെ പ്ലസൻ്റായിട്ട് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിൻ്റെ അസുഖാവസ്ഥയിൽ ഇത്രമാത്രം ഡെസ്പ് ആവേണ്ട ആവശ്യമുണ്ടോ? ഡീപ്പ് കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഫേസ് മാസ്ക് കുറേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഫേസ് അങ്ങനെ ചെയ്യുന്നില്ല, ഇനി പെഡിക്യൂറും കൂടി ചെയ്തിട്ട് വീട്ടിൽ പോവാം. 30 ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം എന്തായാലും മുടിയൊക്കെ ചെയ്തതിന് സന്തോഷത്തിലാണ് ഞാൻ. ഫുഡ് കഴിക്കുകയാണോ? തണുത്ത വെള്ളമുണ്ടല്ലേ. വീട്ടിൽ വന്നിട്ട് ഞാൻ വലിയ പരിപാടിയൊന്നും എടുക്കുന്നില്ല, റെസ്റ്റ് എടുക്കുവാണ്. മോൾക്ക് മാത്രം പാല് കൊടുത്ത് ഉറക്കി. ലിയാൻ്റെ കസിനൊക്കെ വന്നായിരുന്നു സ്കൂൾ വിട്ട്. ലിയാനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ജോലിയുടെ കൂട്ട് നിൽക്കുക. ഒരാഴ്ച വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ലേ? സ്വന്തമായിട്ടൊരു റൂം അടിച്ച് തുടച്ച് വൃത്തിയാക്കി, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആ മെയ്ഡിനെ കൊണ്ട് വൃത്തിയാക്കി ആ കുഞ്ഞിനെ ആ റൂമിൽ മാത്രം ഇരുത്തി ഒരു ആഴ്ച ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം എടുത്തു ചാടി ഇത്തരം അപ്പുറത്തെ വീട്ടിലൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാവരും കുട്ടികൾക്ക് ചുവന്ന റാഷസ്, 5-ാം പനി, ഒരുപാട് അലർജി, ഈ കരപ്പൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ കുട്ടികളുടെ സ്കിന്ന് എന്ത് മോശമാവും. അപ്പോഴൊക്കെ ഇവിടെയുള്ളവർ ഈ കുട്ടികളെയും കൊണ്ട് വേറെ വീട്ടിലേക്ക് വാടകയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇവർക്കൊക്കെ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും തൻവിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം അമ്മൂമ്മ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം അമ്മൂമ്മയുടെ ഈ ഓവർ വൃത്തി സിൻഡ്രോം, അതുകൂടാതെ അമ്മൂമ്മയുടെ വയസ്സുകാലത്തുള്ള ചില ചപലമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അമ്മൂമ്മയുടെ പേരിലൊരു 35 ലക്ഷം അവരുടെ പ്രോപ്പർട്ടി വിറ്റ സ്വത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ പലിശയായിട്ടുള്ള ഒരു 18,000 രൂപയാണ് അമ്മൂമ്മയുടെ ഇപ്പോഴത്തെ വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനമാണ് തീർച്ചയായിട്ടും തൻവിയുടെയും വരുമാനം. വേറെ തൻവിക്ക് അങ്ങനെ സാമ്പത്തിക സ്രോതസ്സുകളൊന്നും ഒരു ഇൻകമായിട്ട് റെഗുലറായിട്ട് വരാനില്ല. അപ്പോൾ ഈ ഒരു ഇൻകത്തിൽ ഒതുങ്ങി ജീവിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അമ്മൂമ്മയ്ക്ക് കുറച്ച് ഓവറായിട്ടുള്ള, അതായത് അവർ ജീവിതം ആസ്വദിക്കുന്ന ഒരാളാണ്. നല്ല ഡ്രസ്സ് വേണം, നല്ല ഭക്ഷണം വേണം, പാല് വേണം, അവരുടേതായിട്ടുള്ള ജീവിത സുഖങ്ങൾ പോഷായിട്ട് അവർ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതിന്ന് ഡിവൈഡ് ചെയ്ത് പേരക്കുട്ടിക്കും അവരുടെ കുട്ടികൾക്കും ഭർത്താവിനും ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിലാണ് എന്തൊക്കെയായാലും വയസ്സായവർക്ക് ഇൻകം ഉണ്ടാവുമ്പോൾ ആ ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു 35 ലക്ഷത്തിൽ തൻവി എന്തെങ്കിലും പിടിവാശി നടത്തിയിട്ടുണ്ടാവും. അതിനൊരു 10 ലക്ഷമോ 15 ലക്ഷമോ ഞങ്ങൾക്ക് തരണം, ഇങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അമ്മൂമ്മ അതിനെ എതിർത്തിട്ടുണ്ടാവും. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ചെറിയൊരു കയ്യുമ്മയോ കാലുമ്മയോ അല്ലെങ്കിൽ മേലോ ഒരു കുഞ്ഞിൻ്റെ ഒരു ചെറിയൊരു ചോപ്പ് കാണുമ്പോഴേക്കും ഓഗസ്റ്റ് 15 വരെ കുഴപ്പമില്ലാത്ത ആളുകൾ ഇത്രയും വേഗം ഓഗസ്റ്റ് 21, 22 ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ കിടന്ന് പാനിക്കായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം കുട്ടിക്ക് വേറെ എന്തോ കുഴപ്പമുണ്ട്, ആ കുട്ടീനെ എടുത്ത് മാറി ഇരുന്ന് കഴിഞ്ഞാൽ അവരെ ഡീപ്പ് ക്ലീൻ ചെയ്ത് പൊക്കോളൂല്ലോ. അപ്പോൾ ഇത്തരം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങൾ വലുതാക്കിയിട്ട് അമ്മൂമ്മയെ ഞാൻ ഇടയ്ക്ക് നോക്കാൻ വരാം, അമ്മൂമ്മയെ നോക്കാനായിട്ട് ഞാനൊരാളെ നിർത്തുന്നുണ്ട്, ആ ആളെ ഇപ്പോൾ തൻവിയെ നിർത്തുന്നതൊന്നുമല്ല, തൻവി പൈസ കൊടുത്ത് നിർത്തുന്നില്ല, അതിൻ്റെ പേയ്മെൻറ്റ് അമ്മൂമ്മയെ ഞാനായിരിക്കും കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയായാലും പൈസ നാട്ടിൽ ജീവിക്കാനായിട്ട് അത്ര ഈസിയൊന്നുമല്ല.
അതിന് മതിയായിട്ടുള്ള വരുമാനം വേണം. അപ്പോൾ വയസ്സായവരെപ്പോഴും അവരുടെ ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരിക്കലും മാറ്റാനായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു രൂപ എടുക്കാനോ സമ്മതിക്കില്ല. കാരണം അവർക്കറിയാം അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം കഷ്ടമാണ്. പിന്നെ വല്ല വൃദ്ധസദനത്തിൽ അവസാന നാളുകൾ കഴിക്കേണ്ടി വരും. ഈ ഒരു 35-40 ലക്ഷം രൂപ അവരുടെ പേരിലുണ്ട് എന്നുള്ളതാണ് അവരുടെ വീട്ടിലെ മൊത്തം വിഷയം. അവരുടെ മൂത്ത മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഇതിനെ എയിം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആർക്കെങ്കിലും പൈസ കിട്ടിയാൽ കയ്ക്കുമോ? അപ്പോൾ തൻവിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രാരാബ്ദങ്ങളിലൂടെ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും ആ പൈസ ഒരു പകുതി പൈസ എനിക്ക് എടുത്തു തരണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടാവും. പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അവർക്കറിയാം ആ പൈസ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവർ വല്ല വൃദ്ധസദനത്തിൽ നമ്മളിപ്പോൾ ഈ സെലിബ്രിറ്റികൾ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്നത് ഒരു ഫാഷനാണല്ലോ. അമ്മൂമ്മ വിത്ത് മണി, അമ്മൂമ്മ വിത്തൗട്ട് മണി എന്നുള്ളത് അക്സെപ്റ്റബിൾ അല്ല. അത് വളരെ വാല്യൂ ഇല്ലാത്തൊരു കോയിൻ പോലെയാണ്. അമ്മൂമ്മയുടെ കൂടെ ഒരു 40 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിന് കിട്ടുന്ന ഒരു 18,000 രൂപ മന്ത്ലി ഇൻട്രസ്റ്റ്, അതൊക്കെയാണ് എല്ലാവരുടെയും ഒരു ഇൻട്രസ്റ്റ്. ആ അമ്മൂമ്മയുടെ 40 ലക്ഷം ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ട് കയ്യിൽ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മൂമ്മ എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ടത്തെ ഒറ്റ നാണയം പോലെ. പിന്നെ അമ്മൂമ്മയ്ക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. വയസ്സുകാലത്ത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, സകലമാന അസുഖങ്ങളും, പിന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം വേണം. നല്ല രീതിയിൽ ജീവിച്ച് വന്ന സ്ത്രീയാണ്. കാരണം അവരുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ അവരെ നോക്കിക്കൊണ്ട് വന്നതാണ്. അമ്മൂമ്മയെ നോക്കാൻ വന്നതാണെന്നൊക്കെ ആഘോഷം ഹായ് ഹൂയി എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദത്തിമർപ്പുമായിട്ട് വന്ന കൊച്ചുമോള് കാറ്റുപോയ ബലൂൺ പോലെ ഞാൻ കൊടുത്ത് ജീവനും കൊണ്ട് ഓടുകയാണ്, എൻ്റെ കുട്ടിയുടെ മേലിൽ 2-3 പൊട്ട് കൊണ്ടേ എന്ന് പറയുന്നതിലൊക്കെ എന്താണ് കാര്യമില്ല. ഒരുപാട് ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളിൽ അവരനുഭവിച്ച ആ ട്രോമകളുണ്ട്. അതിപ്പോൾ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ സ്റ്റേജിലും അവർ അനുഭവിക്കുകയാണ്. കാരണം കൂടെയുള്ള അമ്മൂമ്മ എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ആളൊന്നുമല്ല. ആളുടേതായിട്ടുള്ള വാശികളും ദേഷ്യവും മുൻ ദേഷ്യവും ഒക്കെ ഉണ്ട്. എല്ലാ സ്ഥലവും ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. 2 കുട്ടികളുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല. അത് എന്തായാലും അവിടെ ഇവിടെ വലിച്ചു വരിയിടും. തീരെ ഒരു പൊടിക്കുഞ്ഞുള്ളത് അതിന് കുറുക്ക് കുറക്കണം. അപ്പോൾ ആ കുറുക്ക് കൊടുത്ത ബാക്കി പാത്രം അവിടെ ഇരിക്കുന്നുണ്ടാവും. കുഞ്ഞിൻ്റെ സ്നെഗ്ഗി ചിലപ്പോൾ നിലത്ത് വീണ് കിടക്കും. ഇതൊക്കെ ആ അമ്മൂമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അത് ഒരുപാട് വിഷമങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.